ദേശീയപാത നിർമ്മാണത്തിലെ അനാസ്ഥ. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇടതുപക്ഷ മുന്നണിയുടെ ജനപ്രതിനിധികളടക്കം പാലക്കാട് ദേശീയപാത അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. തൃശൂർ ജില്ലയിലെ കൊരട്ടി, മേലൂർ, കാടുകുറ്റി, ചാലക്കുടി തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ LDF ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കും ഗതാഗത കുരുക്കിനുമെതിരെ LDFന്റെ ജനകീയ പ്രതിഷേധമാണ് നടന്നത്. ദേശീയപാത അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർ ഓഫീസാണ് ഉപരോധിച്ചത്. ജനകീയ പ്രതിഷേധം CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ കുരുക്കായി ദേശീയപാത അതോറിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റ്, അതിൽ കുറേ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു ജനത്തിനോടുള്ള വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിലേക്കാണ് അവരുടെ ഒരു സമീപനം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരായി. പക്ഷേ ഇത് കേരളത്തിൻ്റെ സ്ഥലത്താണ് നമ്മൾ ദേശീയപാത വികസനം നടത്തുന്നതിന് വേണ്ടി നിശ്ചയിച്ചുള്ളത്. ജനങ്ങളുടെ സൗകര്യം കണക്കാക്കിയിട്ടാണ് ഇത്തരം വികസനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെയുള്ള ജനത്തിൻ്റെ സൗകര്യങ്ങളെ പരിപൂർണമായും അവഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനം. പാലിയേക്കരയിലെ ടോൾ ഹൈക്കോടതി ഇടപെട്ട് നിർത്തിവെച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റിയോ കരാറുകാരോ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ദേശീയപാത വാളയാർ മുതൽ ആലുവ വരെയുള്ള ഭാഗമാണ് പാലക്കാട് ഓഫീസിന് കീഴിൽ വരുന്നതെന്നതിനാലാണ് പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും പാലക്കാട്ടെത്തിയത്. ചന്ദ്രനഗറിലെ ഓഫീസിലെത്തിയാണ് സമരക്കാർ പ്രതിഷേധിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.